ശോഷണം ഭവസിന്ധോച്ച പ്രാവണം സാരസംവദഃ യസ്യ പാദോദകം സമ്യക് തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ആചാര്യപാദങ്ങളിൽ പ്രണാമം. സ്നേഹം നിറഞ്ഞ എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും എൻ്റെ ഫേസ്ബുക്ക് കൂട്ടുകാർക്കും എല്ലാവർക്കും വിനീത നമസ്കാരം. യാതൊരുവന്റെ പാദം കഴുകിയ ജലത്തിലാണോ സംസാര സാഗരത്തെ ശോഷിപ്പിക്കുന്നതിനും ശ്രേഷ്ഠമായ സമ്പത്തിനെ പ്രദാനം ചെയ്യുന്നതിനും ശേഷിയുള്ളത് അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് വിശ്വതാരതന്ത്രത്തിലെ 10ാമത് മന്ത്രത്തിന്റെ അർത്ഥതലം. ഇത് ശരിക്കും നമ്മൾ നാരായണ ഗുരുവുമായി ചിന്തിക്കുമ്പോൾ, പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരുവുമായി ചിന്തിക്കുമ്പോൾ, മടനാശന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച നാരായണന് ആണ് കിട്ടിയ ദർശനമാണ് നമ്മളെല്ലാം അറിയുന്നത്. നാരായണ ഗുരുവായി കഴിഞ്ഞാൽ, നാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ദർശനമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ആ ഗുരുവിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു തലവുമില്ല, തുരിയും അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരത്തിനും അപ്പുറം. ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കണമെങ്കിൽ ഗുരുവിന്റെ ശക്തി വേണം എന്നുള്ളതാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം, സൃഷ്ടിസ്ഥിതി സംഹാരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ശക്തി കൊടുക്കുന്ന യാതൊന്നെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ബ്രഹ്മം, അതായത് ഗുരു. ഇത് ശരിക്കും ഉപനിഷത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ മുഴുവൻ തന്നെ ഉപനിഷത്തിന്. അതാണ് ഗുരു ആത്മോഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉപനിഷത്ത് ഉക്തി രഹസ്യം ഓർത്തിടണം. ഉപനിഷത്തിൽ ദുക്തി രഹസ്യം അറിയാതെ ഗുരുവിനെ അറിയാൻ സാധിക്കില്ല. ദൈവദശകത്തിന്റെ പോലും അർത്ഥതലങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല. ആ ദൈവദശകത്തിന്റെ 1ാമത്തെ ആ ജ്ഞാനവല്ലരി 4 വരിയുടെ അർത്ഥതലം എന്ന് പറയുന്നത് തന്നെ സംസാര സാഗരത്തിൽ നിന്ന് ആനന്ദ സാഗരത്തിലേക്ക് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മാനവ കുലത്തെ സംസാര സാഗരത്തിൽ നിന്ന് ആനന്ദ സാഗരത്തിലേക്ക് ഗുരു എടുത്ത് എറിഞ്ഞു കളയും. ആ എറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിൽ നിന്ന് അന്യമല്ലാത്ത ഗുരുവിന്റെ മന്ത്രം, നാരായണ ഗുരുവിന്റെ മന്ത്രം എന്ന് പറഞ്ഞ ഏകമായ മന്ത്രം, അത് സർവ്വജീവജാലങ്ങളിൽ നിന്നും അന്യമല്ല. സർവ്വജീവജാലങ്ങളിൽ നിന്ന് അന്യമല്ലാത്തൊരു മന്ത്രം തന്ന് ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യനായി ജനിച്ച് ഗുരുവായി തീർന്ന ഗുരുവിനെ പോലെ ആത്മീയതയിൽ 1ാം സ്ഥാനം നിൽക്കുന്ന, അല്ലെങ്കിൽ ആത്മീയതയിൽ ഇതിനപ്പുറത്തേക്ക് ആത്മീയതയില്ല എന്ന് പറയുകയും, ഹൈന്ദവർ ചെന്നതുകൊണ്ട്, ഹൈന്ദവർ ഗുരുവിനെ സമീപിച്ചുകൊണ്ട് ആ ഹൈന്ദവ മതത്തെ ശുദ്ധീകരിച്ചു കൊടുക്കുകയും ചെയ്ത തേജസ്സുള്ള ഒരു ഗുരു ഉണ്ടായിട്ട്, ആത്മീയ ചൈതന്യം നിറഞ്ഞ ഗുരു ഉണ്ടായിട്ട്, ആ ഗുരുവിനെ തിരിച്ചറിയാത്തവരാണ് ഇതിൻ്റെ എല്ലാം തലപ്പത്തിരുന്നു കൊണ്ട് ഭരണകർത്താക്കളായി കൊണ്ടുപോകുന്നത്. അത് ഗുരു സ്ഥാപിച്ച, ഗുരു ഒന്നിലും അംഗമല്ലാതെ സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അത് യഥാർത്ഥത്തിലുള്ളത് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഗുരു സ്വശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ ആദ്യം അരുവിപ്പുറം എടുത്ത് 11 കുടുംബങ്ങൾക്ക് അവിടുത്തെ ഭരണം ഏൽപ്പിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ നിന്ന് അരുവിപ്പുറം പോയി, തല പോയി. ബാക്കി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ യോഗത്തിന്റെ കഷ്ടകാലം തുടങ്ങുന്നത് ഇതിന്റെ ബയലോ എഴുതുമ്പോൾ തന്നെയാണ്. അത് ഗുരുവിനെ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് പോയതാണ് ആ ഒരു ബയലോയിൽ ഈഴവൻ എന്ന് എഴുതി ചേർത്ത്. ഈഴവന്റെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, പക്ഷെ അത് ഒരു കാര്യവും നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആ ഒരു എഴുത്തോടു കൂടി ഗുരു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം ഇല്ലാതായിട്ട് തന്നെയാണ് ഗുരുവിന്റെ പ്രവൃത്തി ശരീരത്തോടെ ഉള്ളപ്പോൾ. പക്ഷെ നാരായണ ഗുരു മഹാസമാധി അതിനുശേഷം ആ ശരീരം ശിവഗിരിക്കുന്നിൽ ആണിപ്പോൾ ഉള്ളത്. അവിടെ ചെന്നാലുള്ള ഗുണം എന്താണെന്നും, ആ ഗുരുവിനെ ഗുരുവായി കാണുന്ന മനുഷ്യർക്ക്, സർവ്വലോകാനുരൂപന നാരായണ ഗുരു, മനുഷ്യർക്കുള്ള ഗുണം എന്താണെന്നും ഈ ഹിന്ദുക്കൾക്കല്ലാതെ ബാക്കി ഒരുവിധം എല്ലാവർക്കും അതിനെപ്പറ്റി മനസ്സിലായി. ഹിന്ദു മതത്തിൽ നിന്ന് മറ്റു മതസ്ഥരാണ് ഏറ്റവും കൂടുതൽ ഗുരുവിനെ
ഗുരുവിന്റെ ആ തത്വത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഗുരു സ്ഥാപിച്ചാണ് ശ്രീനാരായണ ധർമ്മ സംഘം. സന്യാസിമാർക്ക് വേണ്ടി കാണിച്ചു കൊടുത്താണ്. സന്യാസിമാർക്ക് അവിടെ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചു കൊടുത്തു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറഞ്ഞിട്ട് ജാതി പറഞ്ഞ് തമ്മിലടിച്ച് ശിവേരി മഠത്തിൽ പോലീസിനെ കയറ്റി അവിടെ ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്ത് ഇന്ന് അത് കോടതി നിരീക്ഷണത്തിലുള്ള ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റായി മാറി. അതിന് ഇന്നിരിക്കുന്ന എല്ലാ സന്യാസിമാർക്കും പങ്കുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതിൽ ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ശിവേരി മഠത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ സന്യാസി ശ്രേഷ്ഠന്മാരുടെ മനസ്സിൽ നിന്നോ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് അധർമ്മമായി പോയി. അത് ചെയ്ത AK ആന്റണി ഉൾപ്പെടെയുള്ള അന്നത്തെ ഭരണകർത്താക്കളുടെ സ്ഥിതി എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരിക്കലും പിന്നീട് ഒന്നും തന്നെ ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ഒരു അനുഭവതലം എല്ലാ തലങ്ങളിലും നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരുവിനെ സർവ്വലോകാനുരൂപനായി കണ്ടില്ലെങ്കിൽ അത് കുഴപ്പം തന്നെയാണ്. ഒരിക്കലും ഗുരുവിനെ ശരീരത്തോടെ ഉള്ളപ്പോൾ ഗുരു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൈമിഷികമായി അന്നത്തേക്കുള്ളത് മാത്രമാണ്. പക്ഷെ ഗുരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 100 വർഷത്തിന് ശേഷം ഈ ഗുരു തത്വത്തെ ശരിക്കും അറിയും, ജനം അറിയും. ആ ജനം അറിയുമ്പോൾ ജനം എല്ലാവരും ആനന്ദത്തിലേക്ക് എത്തും. കൃത്യമായി തന്നെ ആ പഠനം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഇത് പഠിക്കാതെ രക്ഷയില്ല. സത്യത്തിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ചെയ്ത ഒരു സൽക്കർമ്മം കൊണ്ടാണ് ഞാനൊക്കെ ഈ തത്വത്തെ അറിയുകയും ഇങ്ങനെ 2 വാക്ക് പറയുവാനുള്ള ആ തലത്തിലേക്ക് എത്തിയത്. 8-9 വർഷം പഠിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ പോയി പഠിച്ച് മനസ്സിലാക്കി ഈ അറിവ് ശ്രീനാരായണ ലീലാമൃതം എന്ന് പറഞ്ഞ പുസ്തകം 3 വോളിയം അത് പബ്ലിഷ് ചെയ്ത് തന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ഈ യോഗം പബ്ലിഷ് ചെയ്തിട്ട് എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തവർക്കും അറിയാൻ പാടില്ല, ഇത് കയ്യിലിരിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ അറിവിൽ ഒരു 1800ഓളം കുടുംബാംഗങ്ങൾ ഇത് പഠിക്കുന്നുണ്ട്. പഠിക്കുകയും പരിചിന്തനം ചെയ്യുകയും ഉപനിഷത്ത് പ്രോക്തമായി അറിയുകയും ആനന്ദത്തെ നുകരുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് മാത്രമല്ലല്ലോ ശരിക്കും ഇത് അറിയേണ്ടത്, എല്ലാ സർവ്വജനങ്ങളിലേക്കും എത്തണം. സർവ്വലോകാനുരൂപനായ നാരായണ ഗുരുവിനെ നിർമ്മത്സര ബുദ്ധിയോടുകൂടി എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടതും. അതിനുള്ള ശ്രമമാണ് വേദാന്ത വിശ്വവിദ്യാലയം നടത്തുന്നത്. ഗുരുവിനെ ഗുരുവായി, നാരായണ ഗുരുവിനെ നാരായണ ഗുരുവായി കണ്ടുകൊണ്ട് ആണ് ഇതിന്റെ പഠനം പോകുന്നത്. ഒരിക്കലും ദുഃഖം എന്ന് പറയുന്ന ഒരു ആ തലത്തിലേക്ക് സുഖം കിട്ടിയാൽ അതിന്റെ ഓപ്പോസിറ്റ് ദുഃഖവും ഉണ്ടാവും. പക്ഷെ ആനന്ദം കിട്ടിയാൽ അതിന് ഓപ്പോസിറ്റ് ഇല്ല. പരമാനന്ദത്തിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രമം. അതിന് ആധ്യാത്മിക തലത്തിൽ നല്ല അറിവ് നേടണം. ആ അറിവുള്ള ഒരു കൂട്ടായ്മയാണ് വേദാന്ത വിശ്വവിദ്യാലയം. ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായും ആർക്കും അടിമപ്പെടാതെയും, ആ അടിമപ്പെടൽ ഗുരുവിന് മാത്രം അടിമപ്പെട്ടുകൊണ്ട് ഇന്നുള്ള ഈ ഭൗതികതയിൽ രമിക്കാതെ ആത്മീയതയിലൂടെയുള്ള ഒരു കൂട്ടായ്മ, ഒരു മുന്നേറ്റം കൂട്ടായ്മയാണ് ശരിക്കും വേദാന്ത വിശ്വവിദ്യാലയം ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുള്ള പരിശ്രമവുമാണ് ആചാര്യശ്രീ വിശ്വപ്രാശം വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഭംഗിയായി തന്നെ ഇത് പോകുന്നു. ഒരാഴ്ചയിൽ 16 ക്ലാസ്സാണ് നടക്കുന്നത്. ആ ക്ലാസ്സിലേക്ക് എത്തുകയും അത് പഠിക്കുകയും ചെയ്യുമ്പോൾ സ്വയം അവനവൻ്റെ തലച്ചോറ് നല്ലവണ്ണം വർക്ക് ചെയ്യുകയും നമ്മൾ ഇന്നലെ വരെ കണ്ട സത്യമല്ല, അതിനും അപ്പുറം ആണ് സർവ്വലോകാനുരൂപനായ നാരായണ ഗുരു എന്ന സ്വയം അനുഭവിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് എത്തുവാൻ ഇത് കേൾക്കുന്ന എല്ലാ ആത്മജിജ്ഞാസക്കും കഴിയുമാറാകട്ടെ. അതിന് നിങ്ങൾക്ക് പ്രാപ്തമായെങ്കിൽ ബന്ധപ്പെടുക. കാരണം ഇത് അവനവൻ്റെ കർമ്മശുദ്ധി അനുസരിച്ചാണ് ഇതിലുള്ള പഠനം സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും ഇന്നലെ വരെ പഠിച്ചത് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയൊരു സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതായിരിക്കാം. അതിനും അപ്പുറമുള്ള ഒരു അറിവാണ് ആത്മവിദ്യ, അതായത് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സഞ്ചിത കർമ്മം കൂടെ കൃത്യമായിരിക്കണം. ഞാനൊരു 55-60 പേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്ത് നമ്മൾ ലിങ്ക് ഇട്ട് കഴിയുമ്പോൾ 25-30 പേരാണ് ക്ലാസ്സിൽ കയറിയിരുന്ന് പഠിക്കുന്നത്.
ആ 55 പേരിൽ 30-35 പേർക്ക് ആ ദിവസത്തെ ആ ക്ലാസ് കേൾക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുകയുള്ളൂ. ഇത് തുടർച്ചയായി പഠിച്ച് നല്ല രീതിയിൽ വന്നിരിക്കുന്ന ഒരു 10,800ഓളം വീട്ടുകാരുണ്ട്. പക്ഷെ അല്ലാതെയുള്ള ആളുകൾക്ക് ശരിക്കും ഈ സഞ്ചിത കർമ്മം നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ഇത് കേൾക്കുവാനോ അത് കേട്ടത് ചിന്തിക്കുവാനോ ഉള്ള മനസ്സുണ്ടാകാതെ വരുന്നത്. അങ്ങനെ ഒരു മനസ്സുള്ളവർ മാത്രമേ ഞാനിടുന്ന വീഡിയോയും മുഴുവനായിട്ട് കേൾക്കുകയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ശ്രുതി യുക്തി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, നല്ല ചിന്തയുണ്ടാവട്ടെ. നമ്മൾ പഠിച്ചതിനും അപ്പുറമുള്ള ഒരു പഠനമുണ്ട്, അതാണ് ബ്രഹ്മവിദ്യ, ആത്മവിദ്യ. ആത്മവിദ്യയിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ഹർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഭക്തിപൂർവ്വം തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്.